ഇന്നലെയാണ് കൈക്കൂലി കേസുമായി ബന്ധപ്പെട്ട് IOC ഡെപ്യൂട്ടി ജനറൽ മാനേജർ അലക്സ് മാത്യു പിടിയിലാവുന്നത്. ഇയാൾ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചതായാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. വീട്ടിൽ നടന്ന റെയ്ഡിൽ നിന്ന് 7 ലിറ്റർ വിദേശ മദ്യവും 29 ലക്ഷം രൂപയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് രേഖകളുമൊക്കെ വിജിലൻസ് കണ്ടെടുത്തിട്ടുണ്ട്. സഹിൻ ആന്റണി നമുക്കൊപ്പം ചേരുന്നു. സഹിൻ, 10 ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടത്. ഇതിപ്പോ ഒരു ദിവസം കൊണ്ടല്ല, 2013 മുതൽ തന്നെ തന്നോട് കൈക്കൂലി ആവശ്യപ്പെടുന്നുണ്ടെന്ന് പരാതിക്കാരനായ മനോജിന്റെ വാക്കുകൾ നമുക്ക് മുന്നിലുണ്ട്. പോലീസിന്റെ വിജിലൻസിന്റെ കണ്ടെത്തലുകൾ നിലനിൽക്കുന്നുണ്ട്. പൈസയോട് ഇത്രയും ആക്രാന്തമുള്ള ഒരു മനുഷ്യനെ ഇതിനു മുന്നിൽ കണ്ടിട്ടില്ല എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ പോലും സാക്ഷ്യപ്പെടുത്തുന്നു. ഇപ്പോൾ നിലവിൽ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്തത് എന്താണ് പോലീസ് വിവരം, മറ്റു വിവരങ്ങൾ? സേതു, ഇന്നലെ രാത്രി ആരംഭിച്ച റെയ്ഡ് ഇന്ന് പുലർച്ചയോടുകൂടിയാണ് അവസാനിച്ചത്. ഈ റെയ്ഡിൽ നിരവധി രേഖകൾ കണ്ടെത്തിയിട്ടുണ്ട്. 30ഓളം ഭൂമി ഇടപാട് രേഖകൾ കണ്ടെത്തി കഴിഞ്ഞു. ഒപ്പം തന്നെ 7 ലിറ്റർ വിദേശ മദ്യം കണ്ടെത്തിയിട്ടുണ്ട്. ഇത് യാതൊരു വിധത്തിലും കണക്കിൽപ്പെടാത്തതാണ്. മറ്റൊന്ന് 29 ലക്ഷം രൂപയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇയാളിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. ഇതെല്ലാം എങ്ങനെയാണ് ഇയാൾ സമ്പാദിച്ചതെന്നുള്ള കാര്യമാണ് വിജിലൻസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അളവിൽ കവിഞ്ഞ സ്വത്ത് ഇയാൾ സമ്പാദിച്ചതായി തന്നെ പ്രാഥമികമായ വിജിലൻസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അലക്സ് മാത്യു നിരവധി തവണ കൈക്കൂലി വാങ്ങിയതായി വിജിലൻസിന് നേരത്തെ തന്നെ വിവരങ്ങൾ ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാൾ സംസ്ഥാനത്ത് വിജിലൻസിന്റെ നിരീക്ഷണത്തിലുമായിരുന്നു. അങ്ങനെയാണ് ഈ അലക്സ് മാത്യു പിടിയിലാവുന്നത്. എന്തായാലും വിജിലൻസിന്റെ കണക്കെടുപ്പ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സേതു, ശരി സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.